നടത്തിടുമേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം. സുഭാഷിതം. സെക്കരിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. So he answered and said to me, This is the word of the Lord to Zerubbabel, not by might nor by power, but my spirit, says the Lord of hosts. ബാബിലോണിനാൽ നശിക്കപ്പെട്ട യെരുശലേം ദേവാലയം പുതുക്കി പണിയുന്നതിന് വേണ്ടിയാണ് സെരുബ്ബാബേലും കൂട്ടരും യെരുശലേമിൽ എത്തിയത്. അവർ ദേവാലയത്തിന്റെ പണിക്കു വേണ്ടി അടിസ്ഥാനം ഇട്ടുവെങ്കിലും ബാഹ്യസമ്മർദ്ദത്താലും ആന്തരിക പ്രശ്നങ്ങളാലും ഏതാണ്ട് 16 വർഷങ്ങളോളം ദേവാലയത്തിന്റെ പണി മുടങ്ങിപ്പോയി. ഈ കാലയളവിൽ ദേവാലയ നിർമ്മാണത്തിന് ജനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനു വേണ്ടിയും ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുന്നതിനു വേണ്ടിയും ഹഗ്ഗായി പ്രവാചകനെയും സെക്കരിയ പ്രവാചകനെയും ദൈവം എഴുന്നേൽപ്പിച്ചു. സെക്കരിയ പ്രവചനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ സെക്കരിയാവ് 8 ദർശനങ്ങൾ കാണുന്നു. അതിലെ 5-ാമത്തെ ദർശനമായ സ്വർണ്ണ വിളക്ക് തണ്ട്, 2 ഒലിവുമരങ്ങളുടെ ദർശനം ഇവ 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദർശനം കാണിച്ചു കൊടുത്ത ദൂതനോട് സെക്കരിയാവ് ഇത് എന്താകുന്നു എന്ന് ചോദിക്കുമ്പോൾ സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടായി തുടർന്നുള്ള വാക്യങ്ങളിൽ അത് വിവരിച്ചിരിക്കുന്നു. ഗവർണറായിരുന്ന സെരുബ്ബാബേലിനോട് ആലയത്തിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകണമെന്നതിനു വേണ്ടിയുള്ള ദർശനമാണ് കാണിച്ചത്. വെല്ലുവിളികളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും മധ്യത്തിൽ നിരുത്സാഹപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിവില്ലാതെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു സെരുബ്ബാബേൽ. സൈന്യത്താലും ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണ് ദൈവാലയത്തിന്റെ പണി നടക്കേണ്ടതെന്ന് സെരുബ്ബാബേലിനെ അറിയിക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാകുന്നു. ജീവിതത്തിൽ പലപ്പോഴും നാമും സെരുബ്ബാബേലിനെ പോലെ ക്ഷീണിച്ചു പോകാറുണ്ട്. ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. പരാജയങ്ങളും വെല്ലുവിളികളും രോഗം, ദുഃഖം എന്ന് വേണ്ട, ക്ഷീണിതരായി കിടക്കുന്നവരോട് ദൈവത്തിന്റെ വചനം പറയുന്നു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ശാരീരിക ശക്തി കൊണ്ടോ നേടാമെന്ന് ചിന്തിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നാമും ലോകക്കാർക്കൊരു വെളിച്ചമായി മാറുന്നു. നാം വെളിച്ചമായിരിക്കണമെങ്കിൽ നമ്മിൽ കത്തിയ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. എണ്ണ പരിശുദ്ധാത്മാവിന്റെ ഒരു നല്ല പ്രതിനിധാനമാണ്. 2 കൊരിന്ത്യർ 4:7 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ ശക്തി പ്രാപിച്ച പൗലോസ് പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ആകയാൽ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. കൈവിടുമോ ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ